കോഴിക്കോട് എയ്ഡഡ് LP സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. ഒരു കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സംഗതി ഇന്നൊരു ചൂഷണത്തിന്റെ ഉപാധിയായി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സർക്കാർ ശമ്പളം നൽകുന്ന അധ്യാപകന്മാർ 1,70,000-ലധികം ആൾക്കാരുണ്ട്. അതിൽ വെറും 68,000 ആൾക്കാർ മാത്രമേ PSC വഴി വന്നിട്ടുള്ളൂ. ബാക്കി 1,02,000 ആൾക്കാരും നിയമിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയുള്ള സ്വകാര്യ കുത്തക മാനേജ്മെന്റുകളാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും കേരളത്തിലുള്ള ഈ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കോഴിക്കോട് കട്ടിപ്പാറ സ്വദേശിയായിട്ടുള്ള അലീന 29 വയസ്സ് ഒരു സ്കൂൾ അധ്യാപികയായിരുന്നു. അവര് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് എയ്ഡഡ് LP സ്കൂൾ അധ്യാപിക ജീവനൊടുക്കി കട്ടിപ്പാറ സ്വദേശി അലീന ബെന്നിയാണ് മരിച്ചത്. ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കിയതാണ് എന്ന് കുടുംബം പറയുന്നു. താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് LP സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ 6 വർഷമായിട്ട് സാലറിയായി 1 രൂപ പോലും ലഭിക്കുന്നില്ലായിരുന്നു പോലും. അവരെ നിയമിച്ചിട്ടുള്ളത് താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ്. അവരെ ആദ്യം നിയമിച്ചത് കട്ടിപ്പാറ തന്നെയുള്ള ഹോളി ഫാമിലി LP സ്കൂളിലായിരുന്നു. അവിടെ 5 വർഷം അവർ ജോലി ചെയ്തു. അവിടെ ലീവ് വേക്കൻസിയിലായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ അവിടെ നിന്നും അവരെ ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എന്നുള്ള രീതിയിൽ എഴുതി മേടിച്ച് അവരെ അവരുടെ തന്നെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള മറ്റൊരു സ്കൂളുകളിലേക്ക് മാറ്റുന്നു. അത് സെന്റ് ജോസഫ് LP സ്കൂൾ കോടഞ്ചേരി ഉള്ളതായിരുന്നു. അവിടെയും അവർക്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് ഒന്നും ലഭിക്കുന്നില്ല. അതിൽ മനന്നൊന്ന് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 13 ലക്ഷം രൂപ 6 വർഷം മുന്നേ ഇവരോട് മേടിച്ചിട്ടായിരുന്നു അത്രേ ജോലി നൽകിയത്. എന്നിട്ട് പോലും അവർക്കുള്ള ജോലി അല്ലെങ്കിൽ ജോലി സുരക്ഷിതത്വം അല്ലെങ്കിൽ പോട്ടെ മിനിമം ഒരു സാലറി പോലും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതിൽ നിന്നുള്ള മനോവിഷമം സഹിക്ക വയ്യാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ താങ്ങ വയ്യാതെയാണ് ഈ പാവം സഹോദരി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇത് വെറും ഒരു അലീനയുടെ കഥയല്ല. കേരളത്തിൽ ഇതേമാതിരി 12,000-ലധികം അലീനമാരുണ്ട്. ഇതേമാതിരി 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുത്തിട്ട് ഇന്ന് അപ്പോയിൻമെന്റ് റെഡിയാവും, നാളെ അപ്പോയിൻമെന്റ് റെഡിയാവും, ഇങ്ങനെ DDO ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ആയിരക്കണക്കിന് അധ്യാപകന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് അവന് കഴിഞ്ഞ 3 വർഷം അവനൊരു സ്കൂളിൽ UP സ്കൂളിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായിട്ടും അവന് സാലറി ഒന്നും ലഭിക്കുന്നില്ല. അപ്പോയിൻമെന്റ് ശരിയാവോ എന്നുള്ള നോക്കി അവൻ സ്ഥിരമായിട്ട് അവന് DDO ഓഫീസിൽ കയറി ഇറങ്ങും. അങ്ങനെ അവിടെ നിന്നും അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ അപ്പോയിൻമെന്റ് റെഡി ആവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളെ മുന്നിൽ ഒരു 4-5 പേര് നിൽക്കുന്നുണ്ട്, അവരുടെ ഒക്കെ ശരിയായാൽ പോലും നിങ്ങളുടേത് ശരിയാവാൻ സാധ്യതയില്ല എന്നുള്ളത് അവനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കൊടുത്തിട്ടുള്ള 40 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അവനിപ്പോൾ ആ പൈസ മേടിച്ചിട്ട് മറ്റൊരു സ്കൂളിൽ അവനിപ്പം ജോയിൻ ചെയ്യുകയാണ്. അവിടെ അവന് സാലറിയും കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പം അവന് ഏകദേശം 4ാമത്തെ വർഷമാണ്. സാലറിയും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അതാണ് കേരളത്തിലെ സ്ഥിതി. അതായത് ഇതേമാതിരിയുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റ് ലക്ഷങ്ങളും കോടികളും സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും മേടിച്ച് അവർക്ക് ജോലി അല്ലെങ്കിൽ ഏറ്റവും മിനിമം കൂലി പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ അധ്യാപക രംഗത്ത് നേരിടുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടുള്ള കാരണങ്ങളിലൊന്നാണ് ഭിന്നശേഷി സംവരണം. 2018 നവംബർ 18-ാം തീയതി കേരളത്തിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി ഭിന്നശേഷി സംവരണം കൊണ്ടുവന്നു. എയ്ഡഡ് മേഖലയിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകന്മാരിൽ 3% സംവരണം ഭിന്നശേഷിക്കാർക്ക് സംവരണം കൊടുത്തിട്ട് ബാക്കിയുള്ളത് മാത്രമേ പുറത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള കാൻഡിഡേറ്റ്സിന് കൊടുക്കാവൂ എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഭിന്നശേഷി സംവരണം കാരണമാണ് കൂടുതൽ നിയമനങ്ങൾ ഇങ്ങനെ എഞ്ഞു നീങ്ങാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. നമുക്കൊരു രസകരമായിട്ടുള്ള കാര്യം പറയാം. നിങ്ങളൊരു സ്കൂളിന്റെ മാനേജറാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്യുന്നു. അവരോട് 30 ലക്ഷമോ 40 ലക്ഷമോ നിങ്ങൾ താല്പര്യമുള്ള പൈസ ലേലം വിളിച്ച് മേടിക്കുന്നു. എന്നിട്ട് അവർക്ക് നിങ്ങളുടെ സ്കൂളിൽ ജോലി കൊടുക്കുന്നു. പക്ഷെ അതോടുകൂടി നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ ക്യാഷ് ശമ്പള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സർക്കാരാണ്. ഇത് വേറെ എവിടെയെങ്കിലും നടക്കും? ഇത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ചരിത്ര വസ്തുതകൾ നോക്കാം. കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ തുടങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്, ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ സർക്കാരിന് സാധിച്ചില്ല. അത് സർക്കാരിന് എല്ലായിടത്തും സ്കൂളുകൾ ആരംഭിച്ചിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ലായിരുന്നു. അത് കാരണം സർക്കാർ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള സ്വകാര്യ വ്യക്തികൾക്ക് സ്കൂളുകൾ ആരംഭിക്കാമെന്നുള്ള ഓഫർ വെക്കുകയും അങ്ങനെ അവർ സ്കൂളുകൾ ആരംഭിക്കുകയാണെങ്കിൽ അവിടെ നിയമിക്കുന്ന അധ്യാപകന്മാർക്ക് സാലറി സർക്കാർ കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു സ്കൂളുകൾ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് വളർന്നു വന്നിട്ടുള്ള ഈ കുത്തക മാനേജ്മെന്റുകൾ വരികയും അവരുടെ ചൂഷണം ഇന്ന് സമൂഹത്തിൽ വ്യാപകമാവുകയും ചെയ്തത്. കേരളത്തിലുള്ള 90% എയ്ഡഡ് സ്കൂളുകളും കൈകാര്യം ചെയ്യുന്നത് വിവിധ സംഘടനകളാണ്. അതായത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ കൈകാര്യം ചെയ്യുന്നത് വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണ്.
പിന്നീട് NSS, പിന്നെ SN ട്രസ്റ്റ്, പിന്നെ വിവിധ മുസ്ലിം സംഘടനകളുടെ കയ്യിലാണ് സ്കൂളുകൾ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം, അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തലാക്കാൻ പറ്റില്ലേ? നിർത്തലാക്കാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് നിർത്തലാക്കാൻ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ കക്ഷി പോലും ശ്രമിക്കില്ല എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സംഗതി. ഇവിടെയുള്ള എയ്ഡഡ് സ്കൂളുകൾ സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റില്ലേ? സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പുതിയ 2024 പുറത്തു വന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരവും പറയുന്നത് കേരളത്തിലുള്ള എല്ലാ എയ്ഡഡ് സ്ഥാപനങ്ങളും സർക്കാർ ഏറ്റെടുത്ത് അവിടെ PSC വഴി നിയമനം നടത്തണമെന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ആ കമ്മീഷൻ പറയുന്ന പ്രധാന കാരണങ്ങളിലൊന്ന് കേരളത്തിൽ ക്വാളിറ്റി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ നിർദ്ദേശമൊന്നും സർക്കാർ അംഗീകരിക്കുന്നേയില്ല. ബാക്കി എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് എന്തുകൊണ്ടായിരിക്കാം രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നിലവിലുള്ള ഗവൺമെന്റ് അംഗീകരിക്കാത്തതിനുള്ള പ്രധാന കാരണം? അതിനുള്ള കാരണം നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. 1957 നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ മന്ത്രിസഭ 1959 പിരിച്ചുവിടാനുണ്ടായിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ഇങ്ങനെയുള്ള ഒരു സ്കൂളുകൾ ഏറ്റെടുക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവന്നതായിരുന്നു. അത് വിമോചന സമരത്തിലേക്ക് നയിക്കുകയും സർക്കാർ മറിച്ചിടപ്പെടാൻ കാരണമാവുകയും ചെയ്തു. വിമോചന സമരത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ 1959 തിരുവിതാംകൂറിൽ NSSന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭ പിന്നിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആയിരക്കണക്കിന് സ്കൂളുകൾ ചുട്ടരിക്കപ്പെടുകയും ചെയ്തു. ഇത് കേരളത്തിൽ വലിയ സമാധാന അന്തരീക്ഷം തകർക്കുകയും കേരളത്തിൽ കലാപ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇത് കാരണം കേരളത്തിൽ ഭരണം പിരിച്ചുവിടുകയും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു പ്രസിഡൻഷ്യൽ ഭരണം നിലവിൽ വരികയും ചെയ്തു. ഇതിന് ഇടയാക്കിയത് 1957 കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി ഒരു ബില്ല് കൊണ്ടുവന്നു. എല്ലാ എയ്ഡഡ് സ്ഥാപനങ്ങളും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണെന്നും അവിടെ നിയമനങ്ങളെല്ലാം PSC വഴി നടത്തുമെന്നുമായിരുന്നു ആ ബില്ലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെ NSS അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇവിടെ സർക്കാരിന് തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കാമെന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇത് തന്നെയാണ് ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നത്. ഒരു കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം എത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംഗതി ഇന്നൊരു ചൂഷണത്തിൻ്റെ ഉപാധിയായി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1959 കേരള വിദ്യാഭ്യാസ ആക്ട് നടപ്പിലാക്കുകയും ഇത് കാരണം കേരളത്തിൽ ആദ്യ മന്ത്രിസഭ മറിച്ചിടപ്പെടുകയും ചെയ്തു. ശേഷം പിന്നീട് വന്നിട്ടുള്ള സർക്കാർ കേരള വിദ്യാഭ്യാസ ആക്ടിലെ സെക്ഷൻ 11 റദ്ദാക്കുകയും എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾ PSCക്ക് വിടാമെന്നുള്ളത് ഒഴിവാക്കുകയും ചെയ്തു. അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ബജറ്റ് നിർദ്ദേശത്തിൽ എയ്ഡഡ് മാനേജ്മെന്റുകൾ സർക്കാരിനെ വിരട്ടേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യമെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ വാടകയ്ക്ക് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണ്. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന സർക്കാരിന് വാടക കൊടുക്കാനാണോ ബുദ്ധിമുട്ടെന്നും പിണറായി വിജയൻ പരിഹസിച്ചു. നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വാടക തന്നാൽ മതി, അതിലേക്ക് പോകുന്നോ? അത് സർക്കാരിലേക്ക് ഇറക്കാൻ പറഞ്ഞതാണെങ്കിലും ഞാനത് സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അതിലേക്ക് പോകുന്നുണ്ടോ? നമുക്ക് ചർച്ച ചെയ്യാം. മുകളിൽ പറഞ്ഞ പ്രകാരം ഒരു ഇച്ഛാശക്തിയുള്ള, വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഒരു ഇച്ഛാശക്തിയുള്ള, എന്ത് നടപ്പിലാക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ വരികയാണെങ്കിൽ ഇന്നുള്ള കേരളത്തിനുള്ള വിദ്യാഭ്യാസ രീതി തന്നെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള യുവാക്കൾക്ക് തന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പക്ഷഭേദവുമില്ലാതെ തൻ്റെ സമുദായത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തൻ്റെ മതത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ തൻ്റെ ജാതിയിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രം ജോലി കൊടുക്കുക എന്നുള്ള സിസ്റ്റം ഒഴിവാക്കി എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണമെങ്കിൽ നല്ല ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി ഉണ്ടെങ്കിൽ ഇപ്പോഴും സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം സുപ്രീം കോടതി ഓർഡർ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗീകാരം, വിവിധ കമ്മീഷനുകളുടെ ഉത്തരവുകൾ ഇതെല്ലാം സർക്കാർ വിചാരിച്ചാൽ ഇവിടെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. PSCക്ക് വേണമെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം വേണമെങ്കിൽ വിടാവുന്നതാണ്. അങ്ങനെ വിടുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് നിരാശരായിട്ടിരിക്കുന്ന ഡിഗ്രി, PG, B.Ed അല്ലെങ്കിൽ നെറ്റ്, സെറ്റ് അങ്ങനെ എല്ലാ സംഗതികളുമുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ
ഉദ്യോഗാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും ഈ സംഗതി. കാരണം എന്തൊക്കെ ഉണ്ടായിട്ടും ക്യാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ അകറ്റി നിർത്തുക എന്നുള്ളത് അത് അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ സമൂഹത്തിൽ നിന്നും എടുത്തെറിയപ്പെടേണ്ട കാലം എന്നോ അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.